ഡ്രസ്സും തിരിച്ചിട്ട് ഫംഗ്ഷന് പോയതും പോലെ അതിന്റെ എന്തെങ്കിലും ഒരു ചമ്മൽ ഫേസിലുണ്ടോ നോക്കണേ. വേറെ ആരെയും കാര്യമില്ല, എന്റെ കാര്യമാണ് പറയുന്നത്. ആ കോൺഫിഡൻസ് ഒന്ന് കാണും. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കണം. അതിപ്പോഴത്തെ ഫാഷനാണ്. അങ്ങനെ ഡ്രസ്സ് തിരിച്ചിട്ടൊന്നും അറിയാതെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാഷ്റൂം കാണുന്നത്. വാഷ്റൂം കണ്ട കണ്ണാടി നോക്കൽ മസ്റ്റ് ആണല്ലോ. കണ്ണാടി നോക്കിയപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് ഞാൻ ഡ്രസ്സൊക്കെ തിരിച്ചിട്ടിട്ടാണ് ഫംഗ്ഷന് വന്നത്. ഓടിപ്പോയി ഹസ്ബൻഡിനോട് പറഞ്ഞതേ ഓർമ്മയുള്ള ആ ഫംഗ്ഷൻ കഴിയുന്നവരേ അതും പറഞ്ഞ കളിയൊക്കെ. തിരിച്ചിട്ട കാര്യം ആർക്കും മനസ്സിലാവാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ചമ്മലൊന്നും എന്റെ ഫേസിൽ വന്നില്ല. ആ ചുമരിലൂടെ വെള്ളം വീഴുന്നുണ്ട് നോക്കാൻ പോയിരുന്നു. വെള്ളം മൊത്തം എന്റെ ഡ്രസ്സിലായി. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം മൊത്തം അബദ്ധമായിരുന്നു. പിന്നെ ഡ്രസ്സ് തിരിച്ചിട്ട് കരുതി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നല്ല ആംബിയൻസ് ഉള്ള ഒരു വെഡിങ് ഹോളാണ്. എന്തിനു കൂടുതൽ പറയുന്നത് ഇവിടുത്തെ വാഷ്റൂം വരെ ഒരു ഫോട്ടോജനിക് ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കുറെ പ്ലാൻസ് വെച്ചിട്ടാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് തൊട്ടേ ഫുൾ അങ്ങോട്ട് പ്ലാൻസ് ആണ്. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. എനിവേ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇന്റീരിയർ കാണാൻ വേണ്ടി. ഇനി എന്തായാലും ഫംഗ്ഷന്റെ ബാക്കി പാർട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പൊ ശരി ഗൈസ്.